സ്വന്തം പിതാവിനോടുള്ള ഒരാഗ്രഹം ഒരു മകൾ പ്രകടിപ്പിച്ച ഒരു വാർത്ത കണ്ട് എനിക്ക് കൗതുകം തോന്നി. നമുക്ക് ഇതൊന്നും വലിയ തളർച്ചയോ ഞെട്ടലോ ഉണ്ടാക്കേണ്ട കാര്യമല്ല. ചെറുതായിട്ടൊക്കെ ഞെട്ടി ഞെട്ടി നമ്മൾ പരിശീലിച്ച് തുടങ്ങണം. കാരണം ഇനിയും ഒരുപക്ഷെ നമ്മൾ മുന്നോട്ട് പോകുന്ന കാലത്ത് ഒരുപാട് ഞെട്ടാനുണ്ടാവും. നമ്മൾ സാധാരണ അച്ഛൻ മരിക്കുമ്പോൾ ആ സ്മരണയ്ക്ക് ചിലർ പ്രാർത്ഥനകളിൽ മുഴുകുന്നവരുണ്ട്, ചിലർ മറ്റുള്ളവർക്ക് അന്നദാനം നൽകുന്നവരുണ്ട്, ചിലരാകട്ടെ ഈ സഹായങ്ങളോ ചാരിറ്റിയോ ഒക്കെ ചെയ്യുന്നവരുണ്ട്, ചിലർ അച്ഛൻ്റെ സ്മാരകം പണിയാറുണ്ട്, ചിലർ അച്ഛൻ്റെ എൻഡോമെൻ്റായി ചില അവാർഡുകൾ ഏർപ്പെടുത്താറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ നാളിതുവരെ ചെയ്തു പോന്നിട്ടുള്ളത്. എന്നാൽ പുതിയ കാലത്ത് വ്യത്യസ്തമായൊരു സംഗതി കാണാനിടയായി. മരിച്ചുപോയ പിതാവിനോടുള്ള ആദരസൂചകമായി പിതാവിൻ്റെ ചിതാഭസ്മം ഇട്ട് വളർത്തിയ കഞ്ചാവ് വലിച്ച് മകൾ 14.6 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ താരം റൊസന്ന പാൻസിനോയാണ് പിതാവിനെ ആദരിക്കാൻ ഈ മാർഗം കണ്ടുപിടിച്ചത്. തൻ്റെ പോഡ്കാസ്റ്റിലൂടെയാണ് ഇത് അവർ പറഞ്ഞത്. പിതാവിൻ്റെ വലിയ ഒരാഗ്രഹമായിരുന്നു ഇതെന്നാണ് റോസന്ന പറയുന്നത്. സ്മോക്കിംഗ് മൈ ഡെഡ് ഡാഡ് എന്നാണ് 54 മിനിറ്റുള്ള പോഡ്കാസ്റ്റ് എപ്പിസോഡിന് റോസന്ന നൽകിയ പേര്. 2019 രക്താർബുദത്തെ തുടർന്ന് റോസന്നയുടെ പിതാവ് മരിക്കുന്നത്. പിതാവ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ചിതാഭസ്മം എന്ത് ചെയ്യണമെന്ന് തന്നോടും അമ്മയോടും പറഞ്ഞു. ആദ്യം അല്പം മടിച്ചു. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകവേ അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് എന്ത് ചെയ്തത്, ആ ചിതാഭസ്മം ഇട്ട് ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ചുവട്ടിലിട്ട് അത് ചുരുട്ടി വലിച്ചത്. തൻ്റെ 18ാം ജന്മദിനത്തിൽ ഒരുമിച്ച് സിഗരറ്റ് വലിച്ച അനുഭവവും അവർ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അച്ഛനെപ്പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇവിടെയെല്ലാം പാടി പറക്കുന്ന പൂമ്പാറ്റയെ പോലെയായിരുന്നു എന്ന് തുടങ്ങി അങ്ങോട്ട് പോവുകയാണ് പോസ്റ്റ്. എന്താ ഇതിനൊക്കെ ചേഴോം തരവും പറയുമെന്ന് പറയും. പഴയ ഭാഷയിലാണെങ്കിൽ എന്താണ് ഇതിനൊക്കെ ചേഴോം തരവും പറയുക. അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അച്ഛൻ്റെ ചിതാഭസ്മം കഞ്ചാവിൻ്റെ ചുവട്ടിലിട്ട് ആ കഞ്ചാവ് വലിച്ചു. ആലോചിച്ച് നോക്കൂ, എത്ര വിചിത്രമായ സംഗതികളാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പറയാറില്ലേ, ഈ മതവിരോധം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഇതില്ലാത്തൊരു ലോകമാണ് ഏറ്റവും ബെറ്റർ എന്നൊക്കെ പറയാറില്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനെ ഏത് ആംഗിളിൽ നിന്ന് വീക്ഷിക്കുമ്പോഴാണ് ഇത് തെറ്റാകുന്നത്. ഈ ചെയ്ത കുട്ടിക്ക് ഇത് തെറ്റാണെന്ന് തോന്നണമെങ്കിൽ ഒന്ന്, അവളുടെ പിതാവ് അവളെ പഠിപ്പിച്ചു കൊടുത്ത കാര്യം; രണ്ട്, ഫ്രീ തിങ്കിങ്ങോ യുക്തിവാദ ചിന്തയിലോ ആണെങ്കിൽ വേറൊരു ലോകമില്ല, ഒരു വിചാരണയില്ല, ഒരു ശിക്ഷയില്ല, അല്ലെങ്കിൽ അത്തരം ഒരു നിയന്ത്രണവുമില്ല. അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ ചെയ്യണം. വേണ്ടി വന്നാൽ അച്ഛൻ്റെ ഈ പറയുന്ന ഏതെങ്കിലും അസ്ഥികൂടത്തിനകത്ത് കഞ്ചാവോ കറുപ്പോ ഇട്ട് പുകയെടുക്കണമെന്ന് തീരുമാനിച്ചാൽ ചെയ്യണം. ദർ ഈസ് നോ വേ ടു സേ നോ. ഒരു നോ പറയാനുള്ള ഒരു മാർഗവും വേറെങ്ങുമില്ല. ഇനി അവളുടെ ഒരു ആശ്രയത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു മതത്തിലേക്ക് നോക്കിയാലോ, അതിന് കൃത്യവും വ്യക്തവുമായ ഒരു നടപടിക്രമവും ഒരു വിചാരണയും ഒരു ശിക്ഷയും ഒക്കെ പറയണം. അങ്ങനെയൊക്കെ അവൾക്ക് ബോധ്യപ്പെടണം. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇന്ന് രാവിലെ ഞാൻ മറ്റൊരു കാര്യം ആലോചിച്ചിരുന്നു. ഇപ്പോൾ ഈ മനുഷ്യരൊക്കെയും രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ഒരുങ്ങി ഇങ്ങനെ ഫേഷ്യൽ ക്രീമൊക്കെ ഇട്ട് അത് നല്ല രീതിയിലൊക്കെ ഇട്ട് ഇങ്ങനെ പ്രസൻറ്റബിളായി പോകാറുണ്ട്. നല്ലത് തന്നെയാണ്. പക്ഷേ അവിടെയും ഈ ഇസ്ലാം മതത്തിനൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അല്ലെങ്കിൽ ഇന്ന് ളുഹർ നിസ്കരിക്കണം, അസർ നിസ്കരിക്കണം, മഗ്‌രിബ് നിസ്കരിക്കണം, രാത്രിയാണ് വരുന്നതെങ്കിൽ 5 നേരം നിസ്കരിക്കണം. അപ്പോൾ 5 നേരവും ഒളു എടുക്കണം. ഇനി അത് ചേർത്ത് പിടിച്ചാൽ പോലും കുറഞ്ഞത് 3 നേരമെങ്കിലും ഒളു എടുക്കണം. അങ്ങനെ എടുത്താൽ ഇതെല്ലാം അങ്ങ് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ദ ഹ്യൂമൻ ബീയിങ് ബിക്കം സോ നോർമൽ. അങ്ങനെ ആയേ പറ്റുള്ളൂ, നോർമലായേ പറ്റുള്ളൂ. കൃത്രിമത്വം ഒട്ടും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ പറഞ്ഞ സംഗതികളൊക്കെ എത്തിച്ചേരുന്നൊരു സ്ഥിതിവിശേഷം വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കാൻ നിയമപരമായി ചിലപ്പോൾ സമീപിച്ചാൽ, ഇനി കഞ്ചാവ് അനുവദിച്ചിട്ടുള്ള സ്ഥലമാണെങ്കിൽ അതിനൊരു തെറ്റും തോന്നില്ല. മോളും അമ്മയും കൂടാണ് ചെയ്തിരിക്കുന്നത്, അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആഗ്രഹം വരുമ്പോൾ, പണ്ട് ഞാൻ സ്ഥിരം പറയുന്ന കഥയിലെ പാണ്ഡ്യമണിയൻ്റെ ആഗ്രഹം ഓർത്തു പോവും. മരിക്കുന്ന നേരത്തെ ഒരു ആപ്പടിച്ച് ആസനത്തിൽ കയറ്റണമെന്ന് പറഞ്ഞ പാണ്ഡ്യമണിയൻ്റെ കഥ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങടാണ് ഈ ലോകത്തിൻ്റെ സഞ്ചാരമെന്ന്, സ്വാതന്ത്ര്യത്തിൻ്റെ സഞ്ചാരമെന്ന്.